അപ്പോൾ കഴിച്ചതാണ് നമ്മുടെ ബസ് പമ്പ. നമ്മളിതിങ്ങനെ കയറാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബസ്സിലായിട്ട് ഇതാണ് നമ്മുടെ ബസ് സൂപ്പർ ഫാസ്റ്റ്, പമ്പ സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ തിരിച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ 8:58 അപ്പോൾ നമ്മളിവിടെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ടീ ബ്രേക്കിനെന്നും പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് കൊട്ടാരക്കര. അപ്പോൾ ഗൈസ് നമ്മൾ കഴിച്ച് വീണ്ടും വണ്ടി എടുത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കൃത്യം എത്ര മണി, 1 മണിക്ക് നമ്മൾ പമ്പയിൽ നിന്നാണ് എത്തുമെന്നാണ് പറഞ്ഞത്. നമ്മൾ നിലയ്ക്കലെത്തിയിട്ടുണ്ട് 1 മണിക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലയ്ക്കൽ. ഇവിടെയാണ് ബേസ് ക്യാമ്പ്. ഇവിടെയാണ് മിക്ക വണ്ടികളും പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ KSRTCയിലോട്ട് ആയിരിക്കും പിന്നെ ഇവിടെ നിന്ന് പമ്പിലോട്ട് പോകുന്നത്. അപ്പോൾ നിലയ്ക്കൽ ശിവക്ഷേത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് KSRTC വന്നിട്ട് അവർക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും എല്ലാ KSRTC നിലയ്ക്കൽ വന്നിട്ട് പോവുള്ളൂ. അപ്പോൾ ഇതാണ് ഗൈസ് നിലയ്ക്കൽ. അപ്പോൾ ഗൈസ് കറക്റ്റ് 1 മണിക്ക് എത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ 1:43 പമ്പയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ മുകളിൽ ഇറങ്ങി അതിന് ശേഷം ഇങ്ങനെ നമ്മൾ പാലം ക്രോസ് ചെയ്ത് പോവാം. അപ്പോൾ ഗൈസ് ഇതാണ് പമ്പ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മളൊരു കോഫി കുടിച്ചിട്ട് മുകളിലോട്ട് കയറാമെന്നുള്ളൊരു പ്ലാനിലാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ പയനം തുടങ്ങിയിരിക്കുക. പയനം മീൻസ് യാത്ര. ഓക്കെ, തമിഴിൽ പയനം എന്ന് പറയുന്ന യാത്ര എന്നാണ്. അപ്പോൾ പാട്ടിട്ടിട്ടുണ്ട്. 2:45 2:54. സോ ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കയറി അങ്ങ് മുകളിലെത്തും. സോ ഗൈസ്, അപ്പോൾ ഇവിടെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കർപ്പൂരം ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി മുകളിലിടും. ഗൈസ്, ഇതാണ് പന്തള രാജാവിന് അയ്യപ്പന് കിട്ടിയ ആ ഒരു സംഭവമാണ് ഇവിടെ. അപ്പോൾ ഗൈസ്, അവിടെ നിന്ന് നമ്മൾ കയറി ഇനി നേരെ പമ്പ ഗണപതി. അവിടെ എത്തിയിട്ട് പുള്ളിക്കാരന് ഒരു തേങ്ങ അടിക്കുന്നു. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ വെർച്വൽ ക്യൂ ബുക്കിങ്ങിനുള്ള ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. അതിനുശേഷം അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് കുറേ പോലീസ് ഓഫീസേഴ്സ് ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോറി, നമ്മളെ ഡിപ്പാർട്ട്മെന്റ് അല്ല. അപ്പോൾ ഗൈസ്, ഇതാണ് പന്തള രാജാവിൻ്റെ ആ ഒരു സംഭവം. പൂങ്കാവനം വെൽക്കംസ് യു. അപ്പോൾ ഗൈസ്, ഇവിടെ നമുക്ക് 2 വഴിയുണ്ട്. ആ വഴി നമ്മൾ സാധാരണ തിരിച്ചിറങ്ങി വരുന്ന വഴി, ഇതുവഴി കയറിപ്പോവും. ഓക്കെ, സോമയപ്പൻ റോഡ്. ഇത് സോമയപ്പൻ റോഡ്. ഇത് നേരെ പോകുന്നു. റൂഫ് ഓഫ് ശ്രീകോവിൽ ഓഫ് ലോർഡ് അയ്യപ്പ. അപ്പോൾ ഗൈസ്, നമ്മൾ മല കയറി തുടങ്ങുവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, എല്ലാവരും ഇതേപോലെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ കിട്ടും. കണ്ടോ, ട്രീറ്റഡ് വിത്ത് UV ട്രീറ്റഡ് ഒക്കെയാണ്. അയ്യപ്പ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് സ്ഥലം നീലിമല ബോട്ടം. ഓക്കെ, ഇനി നീലിമല ടോപ്പുണ്ട്. ബോട്ടം കയറി പോകുമ്പോൾ ഇനി അടുത്ത് ടോപ്പ്. അപ്പോൾ ഗൈസ്, നമ്മൾ നീലിമല ബോട്ടം കഴിഞ്ഞ് നീലിമല ടോപ്പെത്തി. ഓക്കെ, ഇനി നീലിമല ടോപ്പ് കയറണം. സോ നമ്മൾ നീലിമല ടോപ്പ് കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ അപ്പാച്ചിമേൽ ടോപ്പിലോട്ട് പോവാം. കയറ്റം കയറിയെത്തുന്നത് അപ്പാച്ചിമേൽ ടോപ്പ്. നമ്മളപ്പോൾ അപ്പാച്ചിമേൽ ടോപ്പ് എത്തി ഗൈസ്.
ഗൈസ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. അങ്ങൊരു വെളിച്ചം കാണുന്നുണ്ട്, അതാണ് ശബരിമല. ഗൈസ് ശബരിമലയിലെ സുപ്രഭാതം. ആകാശമൊക്കെ നല്ല പിങ്ക് കളറാണ്, പക്ഷെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ക്യാമറയിൽ കൂടെ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയത്തില്ല. സംവിധാനത്തേക്കുള്ള എല്ലാ വഴികളും സംവിധാനങ്ങളും പറയുകയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന തേങ്ങ ഉടച്ച് നെയ്യ് മാറ്റി നേരത്തെ നമ്മൾ കൊണ്ടുവന്ന അരിയും ബാക്കിയുള്ള സാധനങ്ങളും കൊണ്ട് ഇവിടുത്തെ നിക്ഷേപിക്കേണ്ട സ്ഥലത്തുണ്ട് കിട്ടണം. ഓക്കെ, ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങുക. നമ്മുടെ നെയ്യ് കിട്ടി. ഓക്കെ, പക്ഷേ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ എടുക്കാം. കഴിച്ച് മണി 9:50, സ്റ്റിൽ നല്ല തിരക്കാണ്. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. തിരിച്ചു പോകുന്ന റോഡിൻ്റെ പേരാണ് സ്വാമി അയ്യപ്പൻ റോഡ്. അപ്പോൾ ഇത് മറ്റേനെക്കാട്ടിയും നമ്മൾ കയറിയെന്ന് പറഞ്ഞാൽ ഫുള്ള് കയറ്റമായിരുന്നു. ഇത് ഫുള്ള് ഇറക്കമാണ്, പിന്നെ കുറച്ച് പ്ലെയിനാണ്, പിന്നെ കോൺക്രീറ്റ് ഇട്ട റോഡാണ്. ഉണ്ട് ഗൈസ് കുറഞ്ഞ് അടുത്തത് പണ്ട് കഴുതയുടെ പുറത്താണ് മുകളിലോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രാക്ടറിലാണ് സാധനങ്ങളൊക്കെ മുകളിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ റോഡ് വഴി എപ്പോഴും ട്രാക്ടറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കണ്ടോ, സാധനങ്ങളും കൊണ്ട് പോവുക. അരവണ എന്തോ ആണെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ നമ്മളെവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. പമ്പയാണ് നമ്മൾ തുടങ്ങിയത്, അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. പമ്പ എത്തി ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ രാവിലെ കുളിച്ച് ചായയും കുടിച്ച് പോയത്. ഇപ്പോൾ സമയം 11:38 നമ്മൾ തിരിച്ചെത്തി. ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ 3 മണിക്ക് കയറി, നമ്മൾ തൊഴുതിപ്പോൾ 8 മണി അടുപ്പിച്ചായി. പിന്നെ ഫുള്ള് ഓട്ടോ ആയിരുന്നു, അരവണയ്ക്കും പിന്നെ അതേപോലെ നെയ്യ് അഭിഷേകം ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി പമ്പയും കൂടെ ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ രാവിലെ കണ്ടതല്ലേ, വെട്ടം ഇല്ലാത്തപ്പോൾ. ഇനിയിപ്പോൾ പമ്പയും കൂടെ ലാസ്റ്റ് കാണിച്ചിട്ട് വൈൻഡപ്പ്.
അപ്പോൾ ഇതാണ് പമ്പ റിവർ. നമ്മൾ അതുവഴി എൻട്രി ആയി. ഇത് എക്സിറ്റ്. ഇത് എക്സിറ്റ്. അപ്പോൾ ഇതിലാണ് നമ്മൾ തിരിച്ച് ഇനി വീട്ടിലോട്ട് പോകുന്നത്. ഓക്കെ, പമ്പ ബസ് തിരുവനന്തപുരം.